സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് നമ്മുടെ മാലാഖായുടെ തിരുനാളാണ്. ഗാർഡിയൻ ഏഞ്ചലിൻ്റെ തിരുനാളാണ്. നമുക്ക് മാലാഖയുണ്ട് എന്ന് ഓർക്കണം. എപ്പോഴും നമ്മെ ഓർപ്പിക്കുവാൻ, പ്രാർത്ഥന ഓർപ്പിക്കുവാൻ, വചനം വായിക്കുന്ന ഓർപ്പിക്കുവാൻ ഒക്കെ നമ്മോടൊപ്പം നമ്മുടെ മാലാഖയുണ്ടെന്ന് ഓർക്കണം. അതോടൊപ്പം ഈ മാലാഖ എപ്പോഴും ദൈവത്തോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ മാലാഖയും ദൈവത്തോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം പറയുകയാണ്, നീ ഒരാളെക്കുറിച്ച് വിഷമം പറയുകയാണെന്ന് വെക്കുക, അപ്പോൾ അവരുടെ മാലാഖ ദൈവത്തെ മുഖാഭിമുഖം കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് ഓർത്തോണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, അപ്പോൾ വേറെ ആരും തമ്പുരാൻ്റെ അടുത്ത് ഉണർത്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മാലാഖ തന്നെ അപ്പോൾ തന്നെ കാര്യങ്ങൾ അവിടെ ഉണർത്തിക്കും. മാലാഖയ്ക്ക് ഒത്തിരിയേറെ ജോലിയുണ്ട്. എന്നാൽ പലരും നമ്മുടെ മാലാഖയെ ജോലിയൊന്നും ഏൽപ്പിക്കുന്നില്ല. ഏൽപ്പിക്കണം. രാവിലെ എഴുന്നേൽപ്പിക്കണം കേട്ടോ, വചനം വായിക്കാൻ ഓർപ്പിക്കണം കേട്ടോ, പ്രാർത്ഥിക്കാൻ ഓർപ്പിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും മാലാഖ വേണ്ട വിധത്തിൽ ഓർപ്പിക്കും. ഇന്നലെ ഞാൻ നാഷണൽ എക്സ്പ്രസ്സിൽ ലണ്ടനിൽ നിന്ന് തിരിച്ചു പോരുവാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ബസ്സിൻ്റെ ബേയിലേക്ക് വന്ന് നിന്നു. വീണ്ടും അവിടെയും ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ സമയമൊന്ന് നോക്കിക്കളയാം എന്നോർത്തുകൊണ്ട് ഫോണിലേക്കൊന്ന് നോക്കാനായിട്ട് നോക്കിയപ്പോൾ ഫോൺ എൻ്റെ കൈവശമില്ല. എൻ്റെ പോക്കറ്റിലും ബാഗിലും എല്ലാം നോക്കി, ഫോണില്ല. അതിലാണ് ടിക്കറ്റ്, അതിലാണ് ഒരാളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാം. പക്ഷേ എനിക്ക് വളരെയേറെ വിഷമം തോന്നി. പക്ഷെ എന്നാലും ഞാൻ എഴുന്നേറ്റ് നേരത്തെ ഇരുന്ന സ്ഥലത്തേക്കൊന്ന് നടന്നു. അവിടെ ചെന്നപ്പോൾ ഞാനിരുന്ന സീറ്റിൽ ഏകദേശം 10-15 മിനിറ്റ് നേരമായിട്ട് ആ മൊബൈൽ ഫോൺ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്താണ് കാരണം? അത് എൻ്റെ മാലാഖ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ മാലാഖയ്ക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ മാലാഖയ്ക്ക് നന്ദി പറഞ്ഞു, ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം എന്നെ നോക്കുവാൻ, എന്നെ സംരക്ഷിക്കുവാൻ എൻ്റെ കൂടെ നടക്കുന്നുണ്ട് എൻ്റെ മാലാഖ. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും മാലാഖ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. ആ വലിയൊരു കൃപാവരത്തിൽ ജീവിക്കുവാൻ, അതിൽ അനുദിനം വളരുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.